നമസ്കാരം. ആദ്യ ഗോൾ വഴങ്ങി മത്സരത്തിലുടനീളം പിന്നിൽ നിന്ന ശേഷം അവസാന മിനിറ്റുകളിൽ ആർത്തലച്ചെത്തിയ നീലത്തിരമാലയിൽ ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ മുങ്ങി. അറ്റ്ലാന്റയിൽ നടന്ന ആവേശകരമായ രണ്ടാം സെമി ഫൈനൽ തോമസ് ടുഷേലിന്റെ ഇംഗ്ലണ്ടിനെ 2-1 തകർത്തെറിഞ്ഞ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വീണ്ടും ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ഞായറാഴ്ച ന്യൂജേഴ്സിയിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ യൂറോപ്യൻ കരുത്തരായ സ്പെയിനാണ് അർജന്റീനയുടെ എതിരാളികൾ. തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനലെന്ന ചരിത്ര നേട്ടത്തിനരികിലാണ് അർജന്റീന. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ടാണ് ആദ്യം വലകുലുക്കിയത്. ഹാരി കെയ്ൻ തുടങ്ങിവെച്ച നീക്കത്തിൽ നിന്ന് റോജേഴ്സിന്റെ ക്രോസ് സ്വീകരിച്ച് ഗോൾഡൻ പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. ഒരു ഗോൾ ലീഡ് നേടിയതോടെ കളി പ്രതിരോധത്തിലേക്ക് വലിയാൻ ഇംഗ്ലണ്ട് തീരുമാനിച്ചതാണ് അവർക്ക് തിരിച്ചടിയായത്. തൊട്ടടുത്ത നിമിഷങ്ങളിൽ കളി അർജന്റീനയുടെ കയ്യിലൊതുങ്ങി. മത്സരത്തിലുടനീളം മെസ്സിയുടെ മാന്ത്രിക നീക്കങ്ങൾ ഇംഗ്ലണ്ട് ബോക്സിനെ വിറപ്പിച്ചു. എന്നാൽ മത്സരത്തിന്റെ 80ാം മിനിറ്റിലും തുടർന്നുള്ള സമയത്തുമാണ് അർജന്റീനയുടെ നീലപ്പടയുടെ അസൽ വീര്യം സ്റ്റേഡിയം കണ്ടത്. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അലക്സിസ് മാക്സ് അലിസ്റ്ററിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചാണ് പിന്നാലെ പന്ത് വീണ്ടെടുത്തത് ലയണൽ മെസ്സിയായിരുന്നു. ഇംഗ്ലണ്ട് ഡിഫൻഡർ ഡെഡ് സ്പെൻസിനെ വെട്ടിച്ച് വലതു വിങ്ങിലൂടെ കുതിച്ചു കയറിയ മെസ്സി ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡിന് മുകളിലൂടെ പെനാൽറ്റി ബോക്സിന്റെ ബാക്ക് പോസ്റ്റിലേക്ക് അതിമനോഹരമായ ഒരു ക്രോസ് തൊടുത്തു. അവിടെ മാർക്ക് ചെയ്യപ്പെടാതെ ലൗട്ടാറോ മാർട്ടിനസ് കൃത്യമായി പന്ത് ഹെഡ് ചെയ്ത് ശൂന്യമായ വലയിലേക്ക് എത്തിച്ചതോടെ അർജന്റീന തിരികെ കയറുകയായിരുന്നു. അവസാന മിനിറ്റുകളിൽ പിറന്ന 2ാം ഗോളോടെ ഇംഗ്ലണ്ടിന്റെ പതനം പൂർത്തിയായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ എളുപ്പം ജയിച്ചു കയറിയ അർജന്റീന നോക്കൌട്ട് ഘട്ടങ്ങളിൽ അല്പം പതറിയെങ്കിലും ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഒറ്റയാൾ മികവിലാണ് ഓരോ ഘട്ടവും കടന്നുവന്നത്. ടൂർണമെന്റിൽ 8 ഗോളുകളുമായി ടോപ്പ് സ്കോറർ സ്ഥാനത്ത് നിൽക്കുന്ന മെസ്സിയുടെ ഈ അസിസ്റ്റ് മിടുക്ക് കൂടിയാണ് അമേരിക്കൻ മണ്ണിൽ അർജന്റീനയ്ക്ക് വീണ്ടും ലാറ്റിൻ അമേരിക്കൻ വസന്തം സമ്മാനിച്ചിരിക്കുന്നത്. റഷ്യയിലും ഖത്തറിലും കളിച്ചു പരിചയിച്ച അതേ വിജയ തൃഷ്ണയോടെ അമേരിക്കൻ മണ്ണിലും അർജന്റീനയ്ക്ക് വീണ്ടും ലാറ്റിൻ അമേരിക്കൻ വസന്തം സമ്മാനിക്കുകയാണ് മെസ്സി. മുൻകാലങ്ങളിൽ വേഗത കൊണ്ട് പ്രതിരോധ നിരയെ കീറിമുറിച്ച പ്ലെയർ ആയിരുന്നുവെങ്കിൽ ഇന്ന് ബോക്സിന് പുറത്തുനിന്നും അളന്നു മുറിച്ച ഷോർട്ട് പാസുകളും ലോങ് ബോളുകളും നൽകി എതിരാളികളുടെ ബോക്സിനെ നിശ്ചലമാക്കുന്ന പ്ലേ മേക്കറായി മെസ്സി പുനരവതരിച്ചിരിക്കുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ കേപ്പ് വെർദെ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ് എന്നിവർക്കെതിരെ കടുത്ത വെല്ലുവിളികൾ നേരിട്ടപ്പോൾ മുതൽ സഹതാരങ്ങളെ കൃത്യമായി ഉപയോഗിച്ച് ഓരോ കടമ്പയും കടത്താൻ നായകനായി മുന്നിൽ നിന്നത് മെസ്സി തന്നെയാണ്. ഈ പടയോട്ടത്തിൽ റോഡ്രിഗോ ഡി പോൾ, അലക്സിസ് മാക് അലിസ്റ്റർ, ലൗട്ടാറോ മാർട്ടിനസ് തുടങ്ങിയ യുവതാരങ്ങൾക്ക് കൃത്യമായ അവസരങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിലും മെസ്സിയുടെ മിഡ്ഫീൽഡ് റോൾ വളരെ നിർണായകമായി മാറുകയായിരുന്നു.